സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളിൽ ആശങ്കാജനകമായ സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനി, എലിപ്പനി ഔട്ട്ബ്രേക്കുകൾ സർക്കാർ തടഞ്ഞു. കേന്ദ്രം ഫണ്ട് നൽകാതെ പ്രതിസന്ധിയിൽ ആഴ്ത്തുമ്പോഴും കൃത്യമായ ചികിത്സയാണ് സംസ്ഥാനം ഉറപ്പാക്കുന്നതെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ഈ വർഷം പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് ഉയർന്ന സാധ്യതയുള്ള ഇടമാണ് കേരളം. അതുകൊണ്ട് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണക്കുകൾ നിരത്തി മറുപടി നൽകി. കൃത്യമായ ലക്ഷ്യങ്ങളോടെ ശരിയായ പാതയിലാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2013-ലും 2017-ലുമാണ് സർ മേജർ ഡെങ്കി ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായത്. പക്ഷേ 2023-ലും 2024-ലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് അത് പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർ, മെയ് മാസത്തിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് വലിയ തോതിൽ എലിപ്പനി കേസുകൾ ജൂണിൽ സംസ്ഥാനത്ത് ഉയരാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ അവബോധ പ്രവർത്തനങ്ങളുടെയും ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികകളുടെ സൗജന്യ വിതരണത്തിലൂടെയും ഉപയോഗത്തിലൂടെയും ജൂണിലെ ലെപ്റ്റോ ഔട്ട്ബ്രേക്ക് തടയാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. 10-15 വർഷത്തെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പനി കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം NHM-ൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള തുക ലഭിക്കാത്തത് കഴിഞ്ഞ ഒരു വർഷം സർ 60-40 അനുപാതത്തിലാണ് NHM-ലെ ജീവനക്കാർക്ക് നമ്മൾ വേതനം കൊടുക്കുന്നത്. പക്ഷേ ഈ മുഴുവൻ തുകയും കഴിഞ്ഞ ഒരു വർഷത്തേത് 2023-24 സംസ്ഥാന സർക്കാരാണ് നൽകിയത്. ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. പൊതുജനാരോഗ്യം സർക്കാർ ഉറപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ഈ വർഷം പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്. ഇതിന് മന്ത്രി MP രാജേഷ് മറുപടി നൽകി. ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ, നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും, ദയവായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത പറയാണ്. സർക്കാരിൻ്റെ മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല, ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.